ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇതിനകത്ത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങാണ് എടുത്തേക്കുന്നത്. എനിക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കൂടുതൽ പേർക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരുടെ റീഡിങ്ങും ആയിരിക്കണം എന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം നോ കോൺടാക്റ്റ്, നോ കമ്മ്യൂണിക്കേഷൻ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു, ഒരു മീറ്റിംഗ് നിങ്ങൾക്കിടയിൽ ഉടൻ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്കിടയിലാണ് സ്ട്രെങ്ത് നിങ്ങളുടെ ബന്ധം കുറേ കൂടെ ശക്തമാവാൻ പോകുന്നു. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പേർക്ക് സിറ്റുവേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആ സിറ്റുവേഷൻസൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹോം എന്നുള്ള ഫീലിംഗ് ഒക്കെ തരുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അവർക്കും തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ കാണാതിരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരാൻ പോവാണ്. സോ യു ക്യാൻ പ്രിപ്പയർ ഫോർ ദ മീറ്റിംഗ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ചിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്കൊക്കെ ഈ കൺഫ്യൂഷൻസൊക്കെ മാറി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുപോലുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ സംശയങ്ങളും ഡൗട്ടുകളും ഒക്കെ ഒഴിവാക്കാം. നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുന്നത്, എന്തൊക്കെയോ സർപ്രൈസുകളും അങ്ങനെയുള്ള ഗിഫ്റ്റ്, ട്രാവലിംഗ് ഒക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്ലാനിങ്ങുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വേണ്ടി വരാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ സൈൻസൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നത് ഒരു കൺഫർമേഷനാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു സന്ദേശമാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെയോ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല.